വളരെ കാലമായിട്ട് ആദ്യമായിട്ട് കാണാണ്. കുറച്ച് കാലമായിട്ട് നിങ്ങൾ ഈ പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഈ മണ്ണാർക്കാട് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ് അല്ലേ? അപ്പോൾ ഈ മണ്ണാർക്കാട് നിന്ന് ഈ വിട്ടു നിൽക്കാനുള്ള കാരണം മണ്ണാർക്കാട് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ പാർട്ടിയുടെ നേതൃത്വമായിട്ട് അങ്ങേയായിട്ട് വല്ല പിന്നെ വിഷയങ്ങളും ഉണ്ടോ, അതോ അങ്ങേയായിട്ട് വല്ല അടിച്ചമർത്തലിൻ്റെ അതല്ല മറ്റുള്ള വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വിട്ടുന്നിട്ടില്ല. പക്ഷേ നിലവിലുള്ള പ്രാദേശിക നേതൃത്വവുമായി കടുത്ത അതിർത്തിയിലാണ് ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം. ഈ 5 വർഷക്കാലം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ അടിസ്ഥാനപരമായി അംഗീകരിക്കുന്നതോടൊപ്പം വളരെ കാലമായി ഒരു ഏകാധിപത്യ സ്വഭാവം നിറഞ്ഞ രീതിയിലാണ് ഈ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടിൽ ഊന്നിയ ഒരു സാമൂഹിക നീതി കെട്ടിപ്പടുക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും നിലകൊള്ളേണ്ടത്. എന്നാൽ അടുത്ത കാലത്ത് ഒരു പണാധിപത്യത്തിനും അതേപോലെ തന്നെ വ്യക്തി താല്പര്യങ്ങൾക്കും നേതൃത്വം അടിമപ്പെടുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ 25 വർഷക്കാലമായി തുടർച്ചയായി LDFൻ്റെ ഈ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണത്തിൽ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ സാധാരണ റോഡ് പണി നടക്കുന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇന്നൊരു കാര്യം ജനങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കുന്നു, 5 വർഷമായി ഈ എഴുത്താമ്പാറ പാലം ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ മന്ത്രിയോട് നേരിട്ട് തന്നെ ഈ വിഷയം സംസാരിച്ചതാണ്. എവിടെയും എത്തിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നതല്ലാതെ നമ്മുടെ നാടിൻ്റെ പൊതുവായ ഒരു നന്മയ്ക്ക് വേണ്ടി, പൊതുവായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഈ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, സജീവമായി നിലനിൽക്കുന്ന അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനം നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഉദാഹരണം ഇവിടെ നിങ്ങൾ ഓരോ പ്രാദേശികമായിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഓരോ നേതാക്കന്മാരെയും, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയാലും അതേപോലെ തന്നെ യൂത്ത് ലീഗാണെങ്കിലും ഒക്കെ ആളുകളെ നിങ്ങൾക്ക് യൂത്ത് ലീഗാണെങ്കിലും ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇതിലുള്ള നേതാക്കന്മാർ എല്ലാം ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയിൽ മടുത്തു പോയവരാണ്. അപ്പോൾ നേതൃത്വം, ഞാൻ അടിവരട്ട് പറയുന്നൊരു കാര്യം, നേതൃത്വം പാർട്ടിയിലേക്ക് ആളുകളെ സംഘടിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. ഈ പാർട്ടിയിലുള്ള അണികളെ അവനെനിക്കിഷ്ടമല്ല, അപ്പോൾ അവനീ വേണ്ട എന്ന ഒതുക്കൽ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരായി ഇവർ മാറുന്നു എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാനും എൻ്റെ തട്ടാനും എൻ്റെ കെട്ടിയോളും പറഞ്ഞ ഒരു രൂപത്തിലേക്ക് കാരാകുഷിയിലെ പാർട്ടി നേതൃത്വം തരംതാണു പോയിട്ടുണ്ടോ? അതെന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചിട്ടല്ല ഇവരുടെ സമീപനങ്ങൾ കാണുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ ഒരു പ്രകടനം അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിലയിരുത്തേണ്ടതല്ല ഇവിടുത്തെ സമീപനം. ഇവിടുത്തെ സമീപനം കൃത്യമായി ദീർഘവീക്ഷണത്തോടുകൂടി, ദീർഘ അജണ്ടതയോടുകൂടി ഞങ്ങളാണിതിൻ്റെ അധിപൻ എന്ന ഒരു അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് കാരാകുർശി. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ജനപ്രതിനിധിയാകുന്നത്
ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജനങ്ങളുടെ തൻ്റെ അടിമകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നാൽ ആ ശ്രമത്തിന് എന്തായാലും പൊട്ടിത്തെറി ഉണ്ടാവും. ലോകത്തിൻ്റെ ഓരോ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും എവിടുത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അധികാരം ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങൾക്കെതിരായി ആഭ്യന്തര യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഏത് സംഘടനയിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അത് മാർക്സ് തന്നെ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരേ വസ്തുവിൽ വിഭിന്ന സ്വഭാവമുള്ള രണ്ട് ഘടകങ്ങളുണ്ടെന്നാണ്. ആ രണ്ട് ഘടകങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കും. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി പുതിയ വസ്തു ഉടലെടുക്കും. അത്തരം ഉടലെടുപ്പുകളും മാറ്റത്തിൻ്റെയും ഭാഗമായിട്ടാണ് സമൂഹം വളർന്നു വരുന്നത്. ആ മാറ്റം, പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ നേതൃത്വം ഇവിടെ തയ്യാറാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പോസ്റ്റർ, ഞാൻ എൻ്റെ വേറെയും ഇതിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നേതൃത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണമായിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരു പോസ്റ്റർ നമ്മൾ നാളെ ഒട്ടിക്കാൻ തീരുമാനിച്ചു. ആ പോസ്റ്ററിന് കൃത്യമായ മുദ്രാവാക്യം വേണം. ആ മുദ്രാവാക്യം എഴുതുന്ന ഒരാൾ വേണം, അത് ഒട്ടിക്കാൻ ഒരാൾ വേണം, അതിന് പശ കലക്കാൻ ഒരാൾ വേണം, ഇതിൻ്റെ ആശയം രൂപപ്പെടുത്തുന്ന ആൾ വേണം. ആശയം രൂപപ്പെടുത്തുന്ന ആൾ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എല്ലാവരും ചേരുമ്പോഴാണ് ഒരു സംഘടന അർത്ഥപൂർണ്ണമാകുന്നത്. അപ്പോൾ ഒരാളില്ലാതെ, അവനില്ലാതെ എനിക്ക് ചെയ്യും, നിങ്ങൾ ആരുമില്ലെങ്കിലും ഞങ്ങൾ പ്രാപ്തരാണ് എന്ന അഹങ്കാരം ഏതൊരു സംഘടനയ്ക്കും, ഞാൻ CPM എന്നുള്ള രൂപത്തിലല്ല, ഒരു സംഘടനയ്ക്കും ഒരു പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല എന്നത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ.